നമസ്കാരം. നഴ്സസ് മോട്ടീവ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മസിൽസ് ഓഫ് ദി പെൽവിക് ഫ്ലോർ ദാറ്റ് സപ്പോർട്ട്സ് ദ പെൽവിക് വിസറ ആൻഡ് ഫങ്ഷൻസ് ആസ് സ്ഫിങ്ക്റ്റേഴ്സ്. അതായത് നമ്മൾ പെൽവിക് ഫ്ലോറിലുള്ള മസിൽസ് ആണ് നോക്കാൻ പോകുന്നത്. എങ്ങനെയുള്ള മസിൽസ്? പെൽവിക് വിസറേനെ സപ്പോർട്ട് ചെയ്യുന്നത്. വിസറ എന്ന് പറഞ്ഞ വേർഡ് മീനിങ് എന്ന് പറഞ്ഞാൽ ഇൻറ്റേർണൽ ഓർഗൻസിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പെൽവിക് വിസറ എന്ന് പറഞ്ഞാൽ പെൽവിക്സിൻ്റെ അകത്തുള്ള പെൽവിക് ക്യാവിറ്റീൻ്റെ അകത്തുള്ള ഇൻറ്റേർണൽ ഓർഗൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന മസിൽസ്. ഓക്കെ, മസിൽസ് ഓഫ് ദി പെൽവിക് ഫ്ലോർ ദാറ്റ് സപ്പോർട്ട് ദി പെൽവിക് വിസറ ആൻഡ് ഫങ്ഷൻസ് ആസ് സ്ഫിങ്ക്റ്റേഴ്സ്. പിന്നെ സ്ഫിങ്ക്റ്ററായിട്ട് ഫങ്ഷൻ ചെയ്യുന്ന പെൽവിക് ഫ്ലോറിലുള്ള മസിൽസും കൂടിയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. സ്ഫിങ്ക്റ്റർ മസിൽസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ വേറെ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. എന്തായാലും നിങ്ങളത് കാണണം. ഓക്കെ, ഇനി നമുക്ക് ഏതൊക്കെയാണ് മസിൽസ് നോക്കാം. മെയിനായിട്ട് രണ്ട് മസിൽസാണുള്ളത്, ലിവേറ്റർ ആനി ആൻഡ് ഇസ്കിയോ കോക്സീജിയസ്. ലെഫ്റ്റ് സൈഡിലത്തെ പിക്ചറിൽ വയലറ്റ് കളറിൽ അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് മാർക്ക് ചെയ്തത് നോക്കിയാൽ മതി. അത് രണ്ടുമാണ് ലിവേറ്റർ ആനി ആൻഡ് ഇസ്കിയോ കോക്സീജിയസ്. ഇത് രണ്ടുമാണ് മെയിൻ മസിൽ, പെൽവിക് ഫ്ലോറിലുള്ള മെയിൻ മസിൽസ് എന്ന് പറയുന്നത്. ഇവർ രണ്ടാളും അതിൻ്റെ കൂടെ ഫേഷ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? കണക്റ്റീവ് ടിഷ്യൂ ഷീത്താണ്. ഓക്കെ, അതും ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ സർഫേസും എല്ലാം കൂടി ചേർന്ന് കഴിഞ്ഞാൽ അതിനെ പറയുന്ന പേരാണ് പെൽവിക് ഡയഫ്രം. മൊത്തത്തിൽ പറയുന്ന പേരാണ് പെൽവിക് ഡയഫ്രം. എന്തൊക്കെ? ഈ മസിൽസും അതിൻ്റെ ഫേഷ്യയും ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ സർഫേസ് ഒന്നിച്ചു കൂടിയാൽ പറയുന്ന പേരാണ് പെൽവിക് ഡയഫ്രം. ഈ പെൽവിക് ഡയഫ്രത്തിൻ്റെ മുമ്പിൽ, അതായത് ആൻറ്റീരിയർ ഭാഗത്ത് പ്യൂബിസ്, പോസ്റ്റീരിയർ ഭാഗത്ത് കോക്സിക്സ്, പിന്നെ രണ്ട് ലാറ്ററൽ സൈഡ്, രണ്ട് ഭാഗത്ത് പെൽവിസിൻ്റെ ലെഫ്റ്റിലും റൈറ്റിലുള്ള ലാറ്ററൽ സൈഡ് അറ്റം വരെയുള്ള ഇത്രയും ഭാഗത്തിനെയാണ് നമ്മൾ പെൽവിക് ഡയഫ്രം എന്ന് പറയുന്നത്. ഈ ഒരു അറേഞ്ച്മെൻറ്റ് കാരണം ഈ പെൽവിക് ഡയഫ്രത്തിന് ഒരു ഫണലിൻ്റെ ഷേപ്പാണ്. കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ, ഒരു ഫണലിൻ്റെ ഷേപ്പ് പോലെയില്ലേ? ഈ പിക്ചർ നോക്ക്. ഇത് ഒരു ഇൻഫീരിയർ സൂപ്പർഫിഷ്യൽ വ്യൂ ഓഫ് എ ഫീമെയിൽ പെരിനിയം. ഫീമെയിൽ പെരിനിയത്തിൻ്റെ ഇൻഫീരിയർ സൂപ്പർഫിഷ്യൽ വ്യൂ. ഓക്കെ, ഇതിൻ്റെ അകത്ത് റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും വയലറ്റ് കളറിൽ മാർക്ക് ചെയ്തിട്ടുള്ള ലിവേറ്റർ ആനിയും ഇസ്കിയോ കോക്സീജിയസും. ഓക്കെ, ഇത് രണ്ടുമാണ് മെയിൻ നമ്മുടെ പെൽവിക് ഫ്ലോറിലുള്ള മസിൽസ്. ലിവേറ്റർ ആനി മസിൽസിനെ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട് 3 പാർട്സ് ആയിട്ട്: പ്യൂബോ കോക്സീജിയസ്, പ്യൂബോ റെക്ടാലിസ് ആൻഡ് ഇലിയോ കോക്സീജിയസ്. അത് അവിടെ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഈ പെൽവിക് ഡയഫ്രം ഇല്ലേ, ദ പെൽവിക് ഡയഫ്രം സെപ്പറേറ്റ്സ് എന്തിനെയാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്? പെൽവിക് ക്യാവിറ്റി എബവ് ആൻഡ് ദ പെറീനിയം ബിലോ. മുകളിൽ പെൽവിക് ക്യാവിറ്റിയും താഴെ പെറീനിയം, അതിൻ്റെ നടുക്കായിട്ടാണ് ഈ പെൽവിക് ഡയഫ്രം വരുന്നത്. ഈ പെൽവിക് ഡയഫ്രമാണ് ഇതിന് രണ്ടിനെയും സെപ്പറേറ്റ് ചെയ്യുന്നത്. ഇത്രയും മനസ്സിലായല്ലോ. ഇനി നമുക്ക് നോട്ട്സ് നോക്കാം. ദി മസിൽസ് ഓഫ് ദി പെൽവിക് ഫ്ലോർ ആർ ദ ലിവേറ്റർ ആനി ആൻഡ് ഇസ്കിയോ കോക്സീജിയസ്. Along with the fascia covering their internal and external surface, these muscles are referred to as the pelvic diaphragm. ഞാൻ നേരത്തെ പറഞ്ഞു, ഫേഷ്യയും അതിൻ്റെ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ സർഫേസ്. ഫേഷ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? കണക്റ്റീവ് ടിഷ്യൂ ഷീറ്റിനെയാണ് നമ്മൾ ഫേഷ്യ എന്ന് പറയുന്നത്. ആ ഫേഷ്യയും ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ സർഫേസ് ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് ദീസ് മസിൽസ് ആർ റെഫേർഡ് ടു ആസ് ദ പെൽവിക് ഡയഫ്രം. അതിനെയാണ് പെൽവിക് ഡയഫ്രം എന്ന് പറയുന്നത്. വിച്ച് സ്ട്രെച്ചസ് ഫ്രം, പെൽവിക് ഡയഫ്രം എവിടുന്ന് മുതൽ എവിടം വരെയാണെന്നാണ് പറയുന്നത്. ദ പ്യൂബിസ് ആൻറ്റീരിയർലി ടു ദ കോക്സിസ് പോസ്റ്റീരിയർലി ആൻഡ് ഫ്രം വൺ ലാറ്ററൽ വാൾ ഓഫ് ദി പെൽവിസ് ടു ദി അതർ. മുമ്പിലും ബാക്കിലും ഉള്ളത് പറഞ്ഞു കഴിഞ്ഞു. അതായത് ആൻറ്റീരിയർ ഭാഗത്ത് പ്യൂബിസും പോസ്റ്റീരിയർ ഭാഗത്ത് കോക്സിക്സും. പിന്നെ രണ്ട് സൈഡിലുള്ളത് ഫ്രം വൺ ലാറ്ററൽ വാൾ ഓഫ് ദി പെൽവിസ് ടു ദി അതർ ലാറ്ററൽ വാൾ ഓഫ് ദി പെൽവിസ്. മനസ്സിലായോ? പിന്നെ നെക്സ്റ്റ് എന്താ പറയുന്നത്? ദിസ് അറേഞ്ച്മെൻറ്റ് ഗീവ്സ് ദ പെൽവിക് ഡയഫ്രം ദ അപ്പിയറൻസ് ഓഫ് എ ഫണൽ സസ്പെൻഡഡ് ഫ്രം ഇറ്റ്സ് അറ്റാച്ച്മെൻറ്റ്. അതായത് ഒരു ഫണലിനെ അതിൻ്റെ അറ്റാച്ച്മെൻറ്റിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് പോലെ, സസ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇങ്ങനെ തൂക്കിയിട്ടതുപോലെ, ഒരു ഫണൽ തൂക്കിയിട്ടിട്ടുള്ളത് പോലെയാണ് ഇതിൻ്റെ ഒരു അപ്പിയറൻസ് എന്ന് പറയുന്നത്, കാണാനുള്ളത്. പിന്നെ ഞാൻ ലാസ്റ്റ് പറഞ്ഞത്, ദ പെൽവിക് ഡയഫ്രം സെപ്പറേറ്റ്സ് ദ പെൽവിക് ക്യാവിറ്റി അബവ് ഫ്രം ദ പെറീനിയം ബിലോ. അതായത് പെൽവിക് ഡയഫ്രത്തിൻ്റെ മുകളിൽ പെൽവിക് ക്യാവിറ്റിയും താഴെ പെറീനിയമാണ്. ഈ ഒരു പെൽവിക് ഡയഫ്രത്തിൽ പിന്നെ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ആനൽ കനാൽ ആൻഡ് യുറീത്ര പിയേഴ്സ് ദി പെൽവിക് ഡയഫ്രം ഇൻ ബോത്ത് സെക്സസ്. രണ്ട് സെക്സിൽ, ഫീമെയിൽസിലാണെങ്കിലും മെയിൽസിലാണെങ്കിലും ആനൽ കനാലും യുറീത്രയും ഇതിലൂടെ പിയേഴ്സ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് ദി വജൈന ഓൾസോ ഗോസ് ടു ഇറ്റ് ഇൻ ഫീമെയിൽസ്. ഫീമെയിൽസിൽ വജൈന കൂടിയുണ്ട്. ഓക്കെ, ബോത്ത് സെക്സസിൽ ആനൽ കനാലും യുറീത്രയും ഞാൻ ബ്ലൂ കളർ അണ്ടർലൈൻ ചെയ്തിട്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് എന്താ പറയുന്നത്? നേരത്തെ ഞാൻ പിക്ചറിൽ കാണിച്ചിട്ടുണ്ട്. ദ 3 കോമ്പണൻസ് ഓഫ് ദ ലിവേറ്റർ ആനി മസിൽസ് ആർ ദ പ്യൂബോ കോക്സീജിയസ്, പ്യൂബോ റെക്ടാലിസ് ആൻഡ് ഇലിയോ കോക്സീജിയസ്. ആ റൈറ്റ് സൈഡിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ലിവേറ്റർ ആനിനെ 3 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ലിവേറ്റർ ആനി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മസിൽസ് ഓഫ് ദി പെൽവിക് ഫ്ലോർ. നമ്മുടെ പെൽവിക് ഫ്ലോറിലുള്ള ലാർജസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മസിൽ ഏതാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ലിവേറ്റർ ആനി.
നെക്സ്റ്റ് ഈ ലിവേറ്റർ ആനി മസിൽസിൻ്റെ ഫംഗ്ഷൻസ് ആണ് പറയുന്നത്. അതിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് സപ്പോർട്ട്സ് ദ പെൽവിക് വിസറ, അതായത് പെൽവിസിൻ്റെ അകത്തുള്ള ഇൻറ്റേർണൽ ഓർഗൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട് ലിവേറ്റർ ആനിക്ക്. നെക്സ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് റെസിസ്റ്റ് ദി ഇൻഫീരിയർ ത്രസ്റ്റ് ദാറ്റ് അക്കമ്പനീസ് ഇൻക്രീസസ് ഇൻ ഇൻട്രാ അബ്ഡോമിനൽ പ്രഷർ ഡ്യൂറിങ് ഫംഗ്ഷൻസ് സച്ച് ആസ് ഫോഴ്സ്ഡ് എക്സലേഷൻ, കഫിംഗ്, വോമിറ്റിംഗ്, യൂറിനേഷൻ ആൻഡ് ഡിഫിക്കേഷൻ. ഈ പറഞ്ഞ ഫോഴ്സ്ഡ് എക്സലേഷൻ ശക്തിയായിട്ട് ശ്വാസം വിടുക, കഫിങ്, വോമിറ്റിങ്, യൂറിനേഷൻ ആൻഡ് ഡീഫിക്കേഷൻ, ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മളെ ഇൻട്രാ അബ്ഡോമിനൽ പ്രഷർ കൂടും. ഈ ഇൻട്രാ അബ്ഡോമിനൽ പ്രഷർ കൂടുന്ന സമയത്ത് ഒരു ഇൻഫീരിയർ ത്രസ്റ്റ് ഉണ്ടാകും, പുറത്തേക്ക് തള്ളുന്ന രീതിയിൽ. അപ്പോൾ നമ്മളെ ഈ പെൽവിക് ഏരിയയിലുള്ള ഇൻറ്റേർണൽ ഓർഗൻസ്, പെൽവിക് വിസറയിലുള്ള ഈ ഓർഗൻസ് പുറത്തേക്ക് തള്ളിപ്പോവും. അതിനെ റെസിസ്റ്റ് ചെയ്യുന്നൊരു ഫംഗ്ഷൻ കൂടിയുണ്ട് ഈ ലിവേറ്റർ ആനി മസിൽസിന്. അപ്പോൾ ഒന്നാമത്തെ രണ്ടാമത്തെ ഫംഗ്ഷൻസ് ഒന്നിച്ച് തന്നെ പറഞ്ഞാലും മതി. ഇറ്റ് സപ്പോർട്ട്സ് ദ പെൽവിക് വിസറ ആൻഡ് റെസിസ്റ്റ് ദ ഇൻഫീരിയർ ത്രസ്റ്റ് ദാറ്റ് അക്കമ്പനീസ് ഇൻക്രീസസ് ഇൻ ഇൻട്രാ അബ്ഡോമിനൽ പ്രഷർ ഡ്യൂറിങ് ഫംഗ്ഷൻ സച്ച് ആസ് ഫോഴ്സ്ഡ് എക്സലേഷൻ, കഫിംഗ്, വോമിറ്റിംഗ്, യൂറിനേഷൻ ആൻഡ് ഡിഫിക്കേഷൻ. അടുത്ത ഫംഗ്ഷൻ എന്ന് പറയുന്നത് ദ മസിൽസ് ഓൾസോ ഫംഗ്ഷൻസ് ആസ് എ സ്ഫിങ്ക്റ്റർ അറ്റ് ദി ആനോറെക്ടൽ ജംഗ്ഷൻ, യുറീത്ര ആൻഡ് വജൈന. നമ്മൾ ആനോറെക്ടൽ ജംഗ്ഷനിലും യുറീത്രയിലും വജൈനയിലും അവിടെ സ്ഫിങ്ക്റ്ററായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. സ്ഫിങ്ക്റ്റർ മസിൽസിൻ്റെ വീഡിയോ ആരും കാണാൻ മറക്കരുത്, ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ മസിൽസ് ഓഫ് ദി പെൽവിക് ഫ്ലോറാണ് പഠിക്കുന്നത്. അതിൻ്റെ അകത്ത് ഫസ്റ്റിലത്തെ ലിവേറ്റർ ആനിനെ പറ്റി പഠിച്ചു, അതിൻ്റെ ഫംഗ്ഷൻസ് പഠിച്ചു. ഇനി നമുക്ക് ഇസ്കിയോ കോക്സീജിയസിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒന്ന് ലിവേറ്റർ ആനി മസിൽസിനെ അസിസ്റ്റ് ചെയ്യും. അതായത് ലിവേറ്റർ ആനി മസിൽസ് എന്തൊക്കെ വർക്ക് ചെയ്യുന്നു അതിനെല്ലാം അസിസ്റ്റ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് ഇസ്കിയോ കോക്സീജിയസിനുള്ളത്. രണ്ടാമത് പറയുന്നത് ദി ഇസ്കിയോ കോക്സീജിയസ് പുൾസ് ദ കോക്സിക്സ് ആൻറ്റീരിയർലി ആഫ്റ്റർ ഇറ്റ് ഹാസ് ബീൻ പുഷ്ഡ് പോസ്റ്റീരിയർലി ഡ്യൂറിങ് ഡീഫിക്കേഷൻ ഓർ ചൈൽഡ് ബർത്ത്. ഡീഫിക്കേഷൻ അല്ലെങ്കിൽ ചൈൽഡ് ബർത്തിന് ശേഷം പോസ്റ്റീരിയർ ഭാഗത്തേക്ക് പുഷായതിന് തിരിച്ച് ആൻറ്റീരിയർ ഭാഗത്തേക്ക് പുൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മസിൽ കൂടിയാണ് ഇസ്കിയോ കോക്സീജിയസ് മസിൽസ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒന്നും കൂടി പറയാം. ചൈൽഡ് ബർത്ത് അഥവാ ഡീഫിക്കേഷൻ്റെ സമയത്ത് നമ്മളെ കോക്സിക്സ് പോസ്റ്റീരിയർ ഭാഗത്തേക്ക് പുഷ് ചെയ്തിട്ടാണ് ഉണ്ടാവുക. അതിനെ തിരിച്ച് ആൻറ്റീരിയർ ഭാഗത്തേക്ക് പുള്ള് ചെയ്യുന്ന ഫംഗ്ഷനാണ് ഇസ്കിയോ കോക്സീജിയസ് മസിൽസിനുള്ളത്. ഇനി എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ പ്രാക്ടീസിന് വേണ്ടിയിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച മസിൽസിനെ എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കുക. എങ്ങനെ ഈ താഴെ കൊടുത്തിട്ടുള്ള ആക്ഷൻസ് അനുസരിച്ചിട്ട് എല്ലാ മസിൽസിനെയും അറേഞ്ച് ചെയ്ത് വെക്കണം. ഓക്കെ, ഞാൻ എല്ലാത്തിൻ്റെയും ഒരു ടേബിളായിട്ട് ഓരോ മസിൽസും അതിൻ്റെ ഒറിജിനും ഇൻസേർഷനും ആക്ഷനും ഇന്നർവേഷൻ്റെയും ടേബിൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ്, ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ അവർക്ക് ഒറിജിൻ, ഇൻസേർഷൻ അതിനെ പറ്റിയിട്ടെല്ലാം മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ഫസ്റ്റിലത്തെ ക്ലാസ് കണ്ടിട്ട് സെക്കൻഡ് ക്ലാസ്സിലേക്ക് വരാം. അതായത് മസ്കുലർ സിസ്റ്റത്തിൻ്റെ പ്ലേലിസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് ഒരു ഓർഡറിൽ തന്നെ നിങ്ങൾ പഠിച്ചിട്ട് വരണം. അതിൽ ഒറിജിൻ എന്താണ്, ഇൻസേർഷൻ എന്താണ്, ഇന്നർവേഷൻ എന്താണെന്നെല്ലാം ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ മസ്കുലർ സിസ്റ്റത്തിൻ്റെ ആ ഒരു പ്ലേലിസ്റ്റ് ഫസ്റ്റ് മുതൽ ഓർഡറിൽ പഠിക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് സ്കെൽട്ടൽ സിസ്റ്റം കൂടി പഠിച്ചാലാണ് നിങ്ങൾക്ക് ഒറിജിൻ എന്താണെന്ന് പറഞ്ഞു തന്നാലും ആ ഒറിജിൻ എവിടെ നിന്നാണെന്ന് പറയുമ്പം നിങ്ങൾക്ക് ആ ബോൺസിൻ്റെ പേരും ജോയിൻസിൻ്റെ പേരും ഓർഗൻസിൻ്റെ പേരെല്ലാം മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ആദ്യം സ്കെൽട്ടൽ സിസ്റ്റം പഠിച്ചു കഴിഞ്ഞിട്ട് മസ്കുലർ സിസ്റ്റം പഠിക്കുക. ആ ഒരു ഓർഡറിൽ തന്നെ പഠിക്കുക. പരമാവധി സിമ്പിളായിട്ടാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. ആർക്ക് കേട്ടാലും മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ പഠിപ്പിച്ച ആ ഒരു ഓർഡറിൽ തന്നെ ആദ്യം സ്കെൽട്ടൽ സിസ്റ്റം പിന്നെ മസ്കുലർ സിസ്റ്റം, ആ ഒരു ഓർഡറിൽ നിങ്ങൾ പ്ലേ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 by 1 ആയിട്ട് ഓർഡറിൽ പഠിക്കാൻ പറ്റും. അന്നേരം വേഗത്തിൽ മനസ്സിലാവുകയും ചെയ്യും. അതുപോലെ ഇന്നത്തെ ക്ലാസ്സിൽ കാണിച്ച പിക്ചറിൽ ആദ്യത്തെ ഇൻഫീരിയർ സൂപ്പർഫിഷ്യൽ വ്യൂ ഓഫ് എ ഫീമെയിൽ പെരിനിയമാണ്. രണ്ടാമത്തെ പിക്ചർ ഇൻഫീരിയർ സൂപ്പർഫിഷ്യൽ വ്യൂ ഓഫ് ദ മെയിൽ പെരിനിയമാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കട്ടെ. താങ്ക് യു.